ഗോകു, യെസ്, നമുക്കൊരു സിനിമ പോയാലോ? ഓഫ് കോഴ്സ്, പോവാം ബ്രോ. ഹായ്, ഹലോ ഗോകു. നിന്റെ ഫേവറേറ്റ് ബോക്സർ ആരാണ്? എന്റെ ഫേവറേറ്റ് ബോക്സർ ഇവിടെയുള്ള മിക്കവരുടെയും ഫേവറേറ്റ് ബോക്സർ തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് അലി. മുഹമ്മദ് അലി തന്നെയാണ് എന്റെ ഫേവറേറ്റ് ബോക്സർ. ബോക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഏത് സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെ, ആലപ്പുഴ ജിംഖാന. അത് കണ്ടു വന്ന വഴിയാണ് നമ്മളിപ്പോൾ. ഞങ്ങൾ ഇന്ന് ആലപ്പുഴ ജിംഖാനയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു അയാ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എനിക്ക് എന്ന് വെച്ചാൽ ഒരു ഫൺ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ വെച്ചാൽ സ്റ്റോറി ലൈൻ അങ്ങനത്തെ ഒന്നുമില്ല. സിനിമ ഒരു ചെല്ല കാണാ, തൃപ്തിയാവാ, തിരിച്ചു വരാം. അതന്നെ, ഒരു വൈബ് പടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. അതെ, ഇതിലെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, പുള്ളി പ്രേക്ഷകരുടെ മനസ്സ് അറിയുന്ന ഒരാളാണെന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതിന് വലിയ സ്റ്റോറി ലൈനും കാര്യങ്ങളൊന്നും ഇല്ല. നന്ന ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കയറി ഇരിക്കുന്നു മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ വന്ന സിനിമ തീരാത്തത് കാരണം അത്രയും ടൈം പോകുന്ന നമ്മൾ അറിയില്ല. അതെ, സ്റ്റോറി ആയിട്ട് പറയാനായിട്ട് ഒന്നും ഇല്ല ഇതില്. കാരണം സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല. പുള്ളി പറഞ്ഞത് തന്നെയാണ്, കുറച്ച് +2 ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അവര് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ബോക്സിംഗ് പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് എന്താ പറയാ, കൗണ്ടേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് അവര് ഡയലോഗ്സ് വഴിയാണ് ഇവര് കഥ കൊണ്ടുപോകുന്നത്. ഫുള്ള് ത്രൂ ഔട്ട് ബോക്സിങ്ങിന്റെ ബേസ് ആയിട്ടുള്ള, നമ്മളൊരു ബോക്സിംഗ് മാച്ചിന് പോയിരുന്നിട്ട് അത് കാണുന്ന ഒരു വൈദ്യുതിയാണ് നമുക്ക്. ആ ഒരു വൈബിലാണ് നമ്മൾ മൊത്തം കണ്ട് തീരുന്നത് നമ്മൾ അറിയില്ല, തുടങ്ങി തീരുന്നത് നമ്മൾ അറിയില്ല. കോക്ക് പറഞ്ഞു. പിന്നെ നമുക്കിപ്പോ ഒരു സിനിമ നമുക്ക് 2-3 തവണ കണ്ടാലും മടുക്കാത്ത സിനിമകളില്ലേ, അതുപോലത്തെ ഒരു വൈബാണ് നമുക്ക് രണ്ടാമത് കണ്ടാലും ഈ ഒരു വൈബ് തന്നെയായിരിക്കും. കാരണം നമ്മ ജീവിതത്തിൽ നടക്കുന്ന കാര്യം പോലും നമുക്ക് എനിക്ക് തോന്നിയത്, നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൗണ്ടുകളും അങ്ങനത്തെയൊക്കെ ആളെ വടിയാക്കുന്നത് പോലത്തെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നെസ്ലിന്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല. നെസ്ലിനും കൂടി അഭിനയിച്ച ഒരു സിനിമ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നെസ്ലിൻ മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. നെസ്ലിനേക്കാളും ഷൈൻ ചെയ്ത് നിൽക്കണ കുറെ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. ഇതിനകത്ത് സന്ദീപ് എന്ന് പറയാനിട്ടില്ല, സ്കെൽറ്റ് ആയിട്ട് നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള അതില്ല ആ പയ്യനുണ്ടല്ലോ, പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരു നൈസ് ആയിട്ടുള്ള ഇത്, നമ്മ കൂട്ടത്തിൽ തന്നെ ഒരുത്തനുണ്ടാവും എപ്പോഴും ഒരു പൂവാലിനായിട്ട് ഒരു. പിന്നെ മറ്റേ ഫ്രാങ്കോ എന്ന് പറഞ്ഞ ഫ്രാങ്കോ ഇല്ലേ, അദ്ദേഹം അവരാ മറ്റേ ചെറുത്. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയി പോകും. കാരണം നെസ്ലിന്റെ മാത്രമല്ല, അതിനപ്പുറവും കുറെ ക്യാരക്ടർ, ഇവരാ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും ശരി, പുറത്തുനിന്നുള്ള കുറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ശരി, എല്ലാരും അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് എന്താ പറയാ, ബിൽഡപ്പ് ഫുള്ള് സെറ്റപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോ ഫുള്ള് എൻജോയ്മെന്റ് ആണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോ ജിംഷി ഖാലിദ് ഇല്ലേ, പുള്ളിയാണ് ഇതിന്റെ ക്യാമറമാൻ. കാരണം പുള്ളിയുടെ പേര് ഞാൻ നോക്കി വെച്ചേക്കണായിരുന്നു. കാരണം ശരിക്കും നമ്മൊരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ഫൈറ്റ് സീൻ ഇല്ലേ, ആ ക്യാമറ വെച്ചിട്ടുള്ള റിങ്ങിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ചെയ്യാൻ ഭയങ്കര ടഫാണ്. ആ സാധനം പുള്ളി വളരെ നീറ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വേണ്ടി ചോദിച്ചു, ആരാണ് ഇതിനത് ക്യാമറ ചെയ്തേക്കുന്നത്? കാരണം നല്ല രസമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ജിംഷി ഖാലിദ് എന്ന് കേട്ടപ്പോഴാണ് ഖാലിദ് റഹ്മാന്റെ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം പുള്ളി ചെയ്തേക്കാർക്ക് ഏതാണ്ടൊക്കെ സിമിലർ ആണ്. പുള്ളിയുടെ ആദ്യത്തെ ഇത് വർക്കാണുള്ളത്. അതെനിക്കറിയില്ല കേട്ടോ. ആദ്യത്തെ വർക്കാണ്. ക്യാമറ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബിജിഎമ്മും മ്യൂസിക്കും സോങ്സ് ആണെങ്കിലും ശരി, അടിപൊളിയായിരുന്നു. അത് പിന്നെ പറയണ്ടല്ലോ, വിഷ്ണുവിന്റെ മ്യൂസിക് ആണ്. പുള്ളിയുടെ എന്ന് പറയുമ്പോ പുള്ളിയുടെ സോങ്സ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിയുടെ എല്ലാം അടിപൊളിയാണ്. ഇതിൽ ഫൈറ്റ് സീനിലൊക്കെ ഓരോ പാട്ട് ബിജിഎം ആയിട്ട് ഇടും, അതും പിന്നെ ഈ ക്യാമറ വെച്ചിട്ടുള്ള കളിയും, പിന്നെ നമ്മളെ ഖാലിദ് റഹ്മാന്റെ ഒരു ടച്ച് ഉണ്ടായില്ല. അത് നമുക്ക് അവിടെ എത്തുമ്പോഴാണ് ഇത് ഖാലിദ് റഹ്മാനാണ് സിനിമ ഡയറക്ട് ചെയ്തേക്കണെന്ന് മനസ്സിലാവും. അതിനു മുമ്പ് ഒരു സാധാരണ സിനിമ പോലെ, പക്ഷെ അവിടെ എത്തുമ്പോ ആ തല്ലുമാല ഫീൽ വരും. തല്ലുമാലയുടെ ഒരു ചെറിയൊരു വൈബ് നമുക്ക് അവിടെ കിട്ടും. സംഭവം അത് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് ആണുള്ളത്, ക്യാരക്ടേഴ്സ് വഴിയാണ് പടം പോകുന്നത്. നമ്മളെ ലുക്മാന്റെ ആണെങ്കിലും ശരി, ലുക്മാന്റെ ക്യാരക്ടർ അത് അടിപൊളി ക്യാരക്ടറാണ്. പിന്നെ പെട്ടെന്ന് തീരുന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. നല്ലോണം പിന്നെ വേറൊരു ക്യാരക്ടർ കൂടിയാണ് നമ്മളെ ഗണപതിയുടെ ക്യാരക്ടർ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ബൾക്കി ആയിട്ടുണ്ട് പുള്ളി ഈ പടത്തിലല്ലേ. പിന്നെ മറ്റേ പെണ്ണിന് വരുന്ന മറ്റേ
എന്താ നത്താശ നത്താശ പുള്ളിക്കാരത്തി പേര് എനിക്കറിയില്ല. പുള്ളിക്കാരത്തെ ഒരു അടിപൊളിയായിരുന്നു. പുള്ളിക്കാരത്തെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ശരിക്കും ബോക്സറാണോ? ബോക്സറാണോ? ഇല്ലല്ലോ ബോക്സർ അല്ല. ശരിക്കും പറഞ്ഞ ബോക്സിംഗ് പഠിച്ചത് വന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാല് എതിരെ കളിക്കുന്ന എറണാകുളം ടൂർണമെന്റിൽ വേണ്ടി വരുന്ന ഇതാണ്. അവരാണ് ബോക്സിംഗ് പഠിച്ച ആൾക്കാർ. അതിലാ മറ്റേ ഡാൻസ് കളിച്ച് ബോക്സ് ചെയ്യില്ല. അവന്റെ പേരെന്താണ്? മറ്റേ മുടി വളർത്തിട്ട് എന്തോ ഒരു പേര് സദക്ക് എന്നുള്ള പേരാണ്. അവന്റെ ക്യാരക്ടർ അടിപൊളി. ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ വന്നു പോകുന്ന ആ ഒരു സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. സതൊക്കെ ശരിയാണ്. അവർക്ക് ഡയലോഗ് ഒന്നുമില്ല, പക്ഷെ അവന്റെ ഫൈറ്റ് റിയൽ ഫൈറ്റ്. പിന്നെ ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ ഫ്രാങ്കോന്റെ ഒക്കെ കുറച്ച് മൊമെന്റ്സ് ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. നല്ല നീറ്റായിട്ട് പടം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തേക്കണം. സോ ഞങ്ങൾക്ക് പടം വർത്താണ്. സോ ഇതാണ് നമ്മുടെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.